നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാനുള്ള പ്രാദേശിക ശ്രമങ്ങൾക്കിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇസ്താംബൂളിലെത്തി. അവിടെ അദ്ദേഹം തന്റെ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനുമായി ചർച്ച നടത്തും. US ഉയർത്തുന്ന പ്രാദേശിക വെല്ലുവിളികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ തുർക്കിയുമായി കൂടുതൽ അടുത്ത ഏകോപനം ആവശ്യമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. വാഷിംഗ്ടൺ DC സന്ദർശിക്കുമ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എന്നിവരുൾപ്പെടെ ഉന്നത US ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായി സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ അൽ സൗദ് പറഞ്ഞു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തെ അമേരിക്ക സ്വാഗതം ചെയ്തു. വെള്ളിയാഴ്ച ഇസ്താംബൂളിലെത്തിയപ്പോൾ സംസാരിച്ച അബ്ബാസ് അരാഗ്ചി ഇറാനും തുർക്കിയെയും തമ്മിൽ കൂടുതൽ അടുത്ത് കൂടിയാലോചനകൾ ആവശ്യമാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് US മുന്നോട്ടുവച്ച ലക്ഷ്യങ്ങളുടെയും നിലപാടുകളുടെയും വെളിച്ചത്തിൽ ഇത് പ്രാവർത്തികമാക്കാം. മാസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്ത ഈ സന്ദർശനം ഉഭയകക്ഷി ബന്ധങ്ങളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും അവലോകനം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അരാഗ്ചി പറഞ്ഞതായാണ് മെഹർ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇറാനെതിരെ കടുത്ത സൈനിക ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തു വന്നു. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ കരാറിലെത്താൻ ഇറാന് മുന്നിലുള്ള സമയം അവസാനിക്കുകയാണെന്നും വഴങ്ങാത്ത പക്ഷം നേരിടേണ്ടി വരുന്ന അടുത്ത ആക്രമണം മുമ്പത്തേക്കാൾ ഭീകരമായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ആണവായുധ മോഹം ഉപേക്ഷിച്ച് ചർച്ചാമേശയിലേക്ക് വരാൻ ഇറാൻ തയ്യാറാകണമെന്നാണ് വാഷിംഗ്ടണിന്റെ കർശനമായ ആവശ്യം. ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും ഒരു യുദ്ധക്കപ്പൽ കൂടി വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക. US നാവികസേനയുടെ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് ആണ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് മേഖലയിൽ പ്രവേശിച്ചതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ഇതോടെ ഈ മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 10ആയി. നിലവിൽ 6 ഡിസ്ട്രോയറുകളും USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും നിരവധി ചെറു പോർ കപ്പലുകളുമടക്കം വമ്പൻ കപ്പൽപ്പടയാണ് ഇറാൻ ആക്രമണം പദ്ധതിയിട്ട് അമേരിക്ക എത്തിച്ചിട്ടുള്ളത്. മാസീവ് അർമാഡ എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കയുടെ കപ്പൽപ്പടയെ വിശേഷിപ്പിച്ചത്. US വെനിസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽപ്പടയാണ് ഇതെന്നും പറയുന്നു. ആണവായുധ മോഹം ഉപേക്ഷിച്ച് ചർച്ചാമേശയിലേക്ക് വരാൻ ഇറാൻ തയ്യാറാകണമെന്നാണ് വാഷിംഗ്ടണിന്റെ കർശനമായ ആവശ്യം. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ടെഹ്റാൻ പ്രതികരിച്ചു. ശത്രുവിനെ ആക്രമിക്കാൻ ഏതു നിമിഷവും തയ്യാറാണെന്നും സൈന്യം സജ്ജമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയപ്പോൾ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ആ ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യയാകെ വ്യാപിക്കും എന്നതാണ് ഈ പോർവിളിയുടെ ആശങ്ക വർദ്ധിക്കാൻ കാരണം. US വിമാനവാഹിനി കപ്പലുകൾക്ക് ഗുരുതരമായ അപകട സാധ്യതകൾ ഉണ്ടെന്നും ഗൾഫ് മേഖലയിലെ നിരവധി US സൈനിക ആസ്തികൾ ഞങ്ങളുടെ മധ്യദൂര മിസൈലുകളുടെ പരിധിയിലാണ് എന്നും ഇറാന്റെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാമിനിയ സ്റ്റേറ്റ് ടെലിവിഷനോട് പറഞ്ഞു. അമേരിക്ക ആക്രമിച്ചാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയുടെ താവളങ്ങൾ ലക്ഷ്യമിട്ടായിരിക്കും ഇറാന്റെ പ്രത്യാക്രമണം. തങ്ങളുടെ മധ്യദൂര മിസൈലുകളുടെ ദൂരപരിധി വെച്ച് ഈ താവളങ്ങൾ ആക്രമിക്കാൻ സാധിക്കുമെന്നതാണ് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അൽ ഉദൈദ് സൈനിക താവളത്തിലേക്കാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യമെങ്കിലും ഇറാന്റെ കരുത്തിനെ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ വില കുറച്ചു കാണുന്നില്ല. അതിനാൽ തന്നെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ മറ്റു രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യയിൽ പലയിടത്തായി അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അമേരിക്ക ആക്രമിച്ചാൽ ഇറാന്റെ പ്രത്യാക്രമണം ഈ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും. നിലവിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പ്രതിരോധിക്കാനായി ഇറാഖിൽ അമേരിക്കയുടെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ അമേരിക്കയ്ക്ക് ക്യാമ്പ് ആരിഫ് ജാൻ അലി അൽ സലേം എയർബേസ് തുടങ്ങി സൈനിക താവളങ്ങളുണ്ട്. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ അമേരിക്കൻ നാവികസേനയും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലും അമേരിക്കയുടെ സൈനികരുണ്ട്. UAEയിലെ അൽദഫ്ര എയർബേസിലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമുണ്ട്. സംഘർഷ സാധ്യത ഏറുന്നതിനിടെ അമേരിക്ക ആക്രമിച്ചാൽ ഉടനടി അമേരിക്കൻ താവളങ്ങളിലേക്കും പടക്കപ്പലുകളിലേക്കും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തി. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടാക്കിയാൽ ടെഹ്റാന്റെ തിരിച്ചടിക്ക് പിന്നെ ഒരതിരും ഉണ്ടാകില്ലെന്നാണ് ഇറാനിയൻ സൈന്യത്തിന്റെ വക്താവിന്റെ ഭീഷണി. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കുന്നതിനിടെയാണ് അതേ നാണയത്തിലുള്ള ഇറാന്റെ മറുപടിയും വരുന്നത്.
അതേസമയം അമേരിക്കയുടെ ആണവ സ്നിഫർ വിമാനം ബ്രിട്ടനിൽ എത്തിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് ഡൊണാൾഡ് ട്രംപ് വിലയിരുത്തുന്നതിനിടെയാണ് US ന്യൂക്ക് സ്നിഫർ വിമാനം ബ്രിട്ടനിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് ഒരു അജ്ഞാത ബ്രിട്ടീഷ് വ്യോമതാവളത്തിൽ വിമാനം നിരീക്ഷിക്കപ്പെട്ടത്. അവിടെ പ്രത്യേക സേന ഓസ്പ്രേ വിമാനത്തിൽ നിന്ന് ഫാസ്റ്റ് റോപ്പിംഗ് പരിശീലന അഭ്യാസങ്ങൾ നടത്തുന്നതായി കണ്ടിരുന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇത് 3-ാം തവണയാണ് ഇത്തരമൊരു ദൗത്യം അമേരിക്ക ബ്രിട്ടനിൽ നടത്തുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ ഈ വിമാനത്തിന്റെ അപൂർവ വരവ് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ആണവ സ്ഫോടനങ്ങളും സംഭവങ്ങളും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലേക്ക് റേഡിയേഷൻ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് WC-135R എന്ന ഇനത്തിൽപ്പെട്ട ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. 1986-ൽ ചെർണോബിൽ ദുരന്തത്തിന് ശേഷവും 2011-ൽ ഫുക്കുഷിമ ആണവ നിലയ സംഭവത്തിന് ശേഷവും ഉത്തര കൊറിയൻ ആണവ പരീക്ഷണങ്ങൾക്കിടയിലും 2022-ൽ യുക്രൈൻ റഷ്യൻ യുദ്ധത്തിന്റെ തുടക്കത്തിലും ഇത് വിന്യസിക്കപ്പെട്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച അമേരിക്കൻ നാവികസേനയുടെ വലിയൊരു വ്യൂഹം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ എത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അവർ തയ്യാറാണ്, കഴിവുള്ളവരാണ് എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആണവ പദ്ധതിയെക്കുറിച്ച് ഒരു കരാർ ചർച്ച ചെയ്യാൻ ഇറാന് സമയം കഴിഞ്ഞു എന്നും ട്രംപ് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് ഒരു അണുബോംബ് നിർമ്മിക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചിരുന്നു. സുരക്ഷാ സേനയെയും നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ സർക്കാർ കെട്ടിടങ്ങൾ തകർക്കാൻ പ്രതിഷേധക്കാരെ പ്രേരിപ്പിക്കുന്നതുൾപ്പെടെ ഇറാനെതിരെ ഏതു തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം ട്രംപ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതേസമയം ഇറാനെതിരെ കര, കടൽ, ആകാശം എന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയുള്ള ആക്രമണത്തിനും ഉടനടി ശക്തമായ മറുപടി നൽകാൻ കാഞ്ചികളിൽ വിരലമർത്തിക്കൊണ്ടുതന്നെ നമ്മുടെ ധീരരായ സായുധ സേന സജ്ജരായി കഴിഞ്ഞു എന്നാണ് അബ്ബാസ് അരാക്ചി ബുധനാഴ്ച വൈകുന്നേരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. കലാപത്തിന് പ്രോത്സാഹനം നൽകിയത് അമേരിക്കയാണ് എന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. ഇന്നലെ ഇറാന്റെ സൈനിക മേധാവി ആമിർ ഹതാമി ഏതൊരു ആക്രമണത്തിനും ഗംഭീര പ്രതികരണം നൽകുമെന്ന് പ്രഖ്യാപിച്ചതായി ഔദ്യോഗിക മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. 1000-ഓളം ഡ്രോണുകൾ ഇതിനായി ഇറാൻ സജ്ജമാക്കിയതായും സൂചനയുണ്ട്. ഹിസ്ബുള്ള നേതൃത്വവും ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതകളാണ് അമേരിക്ക ഇപ്പോൾ പരിശോധിക്കുന്നത്. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.